ഷുഡ് ഹാവ്. ഷുഡ് ഹാവ് എപ്പോഴാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പാസ്റ്റിൽ നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പശ്ചാത്താപത്തോടെ സംസാരിക്കുവാനായിട്ട് ഷുഡ് ഹാവ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അതായത് നമ്മളുടെ റിഗ്രറ്റ്സുകൾ, അതേപോലെ തന്നെ പാസ്റ്റിൽ ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ പറയുവാനായിട്ട് നമ്മൾ ഷുഡ് ഹാവ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്, ഐ ഡിഡിൻ ഗെറ്റ് അപ്പ് ഇയർലി. ഞാൻ രാവിലെ എഴുന്നേറ്റില്ല. പാസ്റ്റിൽ മീൻസ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റില്ല. ഐ ഷുഡ് ഹാവ് ഗാട്ടൺ അപ്പ് ഇയർലി. ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടതായിരുന്നു. ഇപ്പോൾ പശ്ചാത്താപത്തോടെ ഞാൻ പറയുകയാണ്, ഐ ഷുഡ് ഹാവ് ഗാട്ടൺ അപ്പ് ഇയർലി. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പശ്ചാത്താപത്തോടെ മീൻസ് പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ പശ്ചാത്താപത്തോടെ അതിനെ ഓർത്ത് പശ്ചാത്താപത്തോടെ പറയുവാനായിട്ട് നമ്മൾ ഷുഡ് ഹാവ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഐ ഷുഡ് ഹാവ് ഗാട്ടൺ അപ്പ് ഇയർലി. ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടതായിരുന്നു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഗാട്ടൺ എന്നുള്ളത് ഗോട്ടാണ്, അതായത് അമേരിക്കൻ ഇംഗ്ലീഷാണ്. അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ ഗെറ്റിൻ്റെ മൂന്ന് ഫോം എന്തെന്നാൽ ഗെറ്റ്, ഗാട്ട്, ഗോട്ടൺ എന്നാണ്. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ടാണ് ഗോട്ടൺ എന്നുള്ള വേർഡ് നമുക്ക് പരിചയമില്ലാത്തത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഗെറ്റ്, ഗോട്ട്, ഗോട്ടൺ തന്നെയാണ്. ഗെറ്റിൻ്റെ മൂന്നാമത്തെ ഫോമും ഗോട്ടൺ തന്നെയാണ്. ഇത് അമേരിക്കൻ ഇംഗ്ലീഷാണ്. ഐ ഷുഡ് ഹാവ് ഗാട്ടൺ അപ്പ് ഇയർലി. ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടതായിരുന്നു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, യു സ്റ്റഡീഡ് ലെസൺ 10. നീ ലെസൺ 10 ആണ് പഠിച്ചത്. ബട്ട് പക്ഷേ യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് ലെസൺ 11. നീ ലെസൺ 11 പഠിക്കണമായിരുന്നു. അതായിരുന്നു പഠിക്കേണ്ടിയിരുന്നത്. ഒരാൾ പാസ്റ്റിൽ മിസ്റ്റേക്ക് ചെയ്തു. ലെസൺ 11 പകരം ലെസൺ 10 പഠിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ നോക്കി പറയുകയാണ്, യു സ്റ്റഡീഡ് ലെസൺ 10. നീ ലെസൺ 10 ആയിരുന്നു പഠിച്ചത്. ബട്ട് പക്ഷേ യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് 11. നീ ലെസൺ 11 പഠിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് ലെസൺ 11. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, യു സ്റ്റഡീഡ് ലെസൺ 10. നീ ലെസൺ 10 ആണ് പഠിച്ചത്. ബട്ട് യു ഷുഡിൻ ഹാവ്. പക്ഷേ നീ അത് പഠിക്കേണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഷുഡിൻ ഹാവിലാണ് സെൻറ്റൻസ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഷുഡ് ഹാവ് അല്ല, ഷുഡിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷുഡ് നോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആശയം നീ ലെസൺ 10 പഠിക്കേണ്ടായിരുന്നു, അത് പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യു സ്റ്റഡീഡ് ലെസൺ 10 ബട്ട് യു ഷുഡിൻ ഹാവ്. പക്ഷേ നീ അത് പഠിക്കേണ്ടായിരുന്നു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഷുഡിൻ ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവിലും ചിലപ്പോൾ നമ്മൾ സെൻറ്റൻസുകൾ സ്റ്റോപ്പ് ചെയ്ത് സംസാരിക്കാറുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ബട്ട് യു ഷുഡിൻ ഹാവ്. പക്ഷേ നീ പഠിക്കേണ്ടായിരുന്നു. ലെസൺ 10 നീ പഠിക്കേണ്ടായിരുന്നു. നെക്സ്റ്റ്, ദ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ഡു ദെയർ ഹോംവർക്ക്. സ്റ്റുഡൻസ് അവരുടെ ഹോംവർക്ക് ചെയ്തില്ല. ദേ ഷുഡ് ഹാവ് ഡൺ ദെയർ ഹോംവർക്ക്. അവരവരുടെ ഹോംവർക്ക് ചെയ്യേണ്ടതായിരുന്നു. ദേ ഷുഡ് ഹാവ് ഡൺ ദെയർ ഹോംവർക്ക്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദ സ്റ്റുഡൻസ് പുട്ട് ദെയർ ഗം അണ്ടർ ദ ടേബിൾ. സ്റ്റുഡൻസ് ഗമ്മ് ടേബിളിൻ്റെ അടിയിൽ വെച്ചു. ദേ ഷുഡിൻ ഹാവ്. അവരത് ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു. ദേ ഷുഡിൻ ഹാവ്. നെക്സ്റ്റ്, ദേ ഷുഡിൻ ഹാവ് ഡൺ ദാറ്റ്. അവർ അത് ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു. ഗമ്മ് ടേബിളിൻ്റെ അടിയിൽ ഒട്ടിച്ചു വെക്കുവാനായിട്ട് പാടില്ലായിരുന്നു. ദേ ഷുഡിൻ ഹാവ് ഡൺ ദാറ്റ്. നെക്സ്റ്റ്, ഐ ഷുഡ് ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു. ഞാൻ രാവിലെ കഴിച്ചില്ല. ഇവ റിഗ്രറ്റോടെ ഇരുന്ന് പറയുകയാണ്, ഐ ഷുഡ് ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു. നെക്സ്റ്റ്,
നൗ ഐ ആം ഹംഗ്രി, എനിക്കിപ്പോൾ വിശക്കുന്നു. ഐ ഷുഡ് ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്, ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. നെക്സ്റ്റ്, യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ്, നീ ടെസ്റ്റിന് പഠിക്കേണ്ടതായിരുന്നു. എൻ്റെ സുഹൃത്ത് ടെസ്റ്റിന് പഠിച്ചില്ല, അദ്ദേഹം പാസ്റ്റിൽ ഒരു മിസ്റ്റേക്ക് ചെയ്തു. അതുകൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ്, നീ ടെസ്റ്റിന് പഠിക്കേണ്ടതായിരുന്നു. നെക്സ്റ്റ്, ദേ ഷുഡ് ഹാവ് പ്ലാൻ എഹെഡ്, അവർ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. അവർ പ്ലാൻ ചെയ്യാത്തത് കാരണം പ്രോഗ്രാം മോശമായി പോയി. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ദേ ഷുഡ് ഹാവ് പ്ലാൻ എഹെഡ്, അവർ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. അവരുടെ മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ദേ ഷുഡ് ഹാവ് പ്ലാൻ എഹെഡ്, അവർ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. നെക്സ്റ്റ്, ഷീ ഷുഡ് ഹാവ് കാൾഡ്, അവൾ വിളിക്കണമായിരുന്നു. പാസ്റ്റിൽ ഞാൻ അവൾ വിളിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ വിളിച്ചില്ല, അവർക്ക് മിസ്റ്റേക്ക് പറ്റി. ഞാനിപ്പോൾ പറയുകയാണ്, ഷീ ഷുഡ് ഹാവ് കാൾഡ്, അവൾ വിളിക്കേണ്ടതായിരുന്നു. നെക്സ്റ്റ്, ഐ വാസ് സോ വറീഡ് അബൌട്ട് യു, ഞാൻ നിന്നെ ഓർത്ത് വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. യു ഷുഡ് ഹാവ് കാൾഡ്, നീ വിളിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് കാൾഡ്. നെക്സ്റ്റ്, ഹി ഷുഡ് ഹാവ് വെയിറ്റഡ്, അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് ഹി ഡിഡ്ന്റ് വെയിറ്റ്, പക്ഷേ അദ്ദേഹം വെയിറ്റ് ചെയ്തില്ല. നെക്സ്റ്റ്, ഹി ഷുഡിൻറ്റ് ഹാവ് വെയിറ്റഡ്, അദ്ദേഹം വെയിറ്റ് ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു. തൊട്ട് മുമ്പ് പറഞ്ഞ സെൻറ്റൻസിൻ്റെ നെഗറ്റീവാണ്. ഹി ഷുഡിൻറ്റ് ഹാവ് വെയിറ്റഡ്, അദ്ദേഹം വെയിറ്റ് ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു, വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പാസ്റ്റിൽ വെയിറ്റ് ചെയ്തു. ഞാനിപ്പോൾ പറയുകയാണ്, ഹി ഷുഡിൻറ്റ് ഹാവ് വെയിറ്റഡ്, അദ്ദേഹം വെയിറ്റ് ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു. നെക്സ്റ്റ്, യു ഷുഡ് ഹാവ് കം ടു ദ പാർട്ടി ലാസ്റ്റ് നൈറ്റിൽ, കഴിഞ്ഞ ദിവസം രാത്രിയിലത്തെ പാർട്ടിക്ക് നീ വരേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് കം ടു ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രിയിലത്തെ പാർട്ടിക്ക് വന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കായിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തെ നോക്കി പറയുകയാണ്, യു ഷുഡ് ഹാവ് കം ടു ദ പാർട്ടി ലാസ്റ്റ് നൈറ്റിലെ പാർട്ടിക്ക് നീ വരണമായിരുന്നു. ഇവിടെ ഷുഡ് ഹാവ് എഴുതിയിരിക്കുന്നത് ഷുഡ് ഹാവ് ആണ്, അതിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ്. ഈ ഒരു രീതിയിലും ആളുകൾ സംസാരിക്കാറുണ്ട്, വളരെ കോമൺ ആണ്. ഇതും ഓർത്ത് വച്ചിരിക്കുക. യു ഷുഡ് ഹാവ് കം ടു ദ പാർട്ടി ലാസ്റ്റ് നൈറ്റിലെ പാർട്ടിക്ക് നീ വരേണ്ടതായിരുന്നു. നെക്സ്റ്റ്, യു ഷുഡ് ഹാവ് സീൻ ചാർലി ഡാൻസ് ചെയ്യുന്നത് നീ കാണേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് സീൻ ചാർലി ഡാൻസിങ്. നെക്സ്റ്റ്, യു ഷുഡ് ഹാവ് സീൻ കേറ്റീസ് ഫേസ് വെൻ ദ അനൗൺസ്മെൻറ്റ് വാസ് മെയ്ഡ്. അനൗൺസ്മെൻറ്റ് പറഞ്ഞ സമയത്ത് കേറ്റിയുടെ മുഖം നീ കാണേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് സീൻ കേറ്റീസ് ഫേസ് വെൻ ദ അനൗൺസ്മെൻറ്റ് വാസ് മെയ്ഡ്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡിൻറ്റ് ഹാവ് ടേക്കൺ ലോങ്. ഇത് ഒരുപാട് സമയം എടുക്കുവാനായിട്ട് പാടില്ലായിരുന്നു, പക്ഷേ ഒരുപാട് സമയം എടുത്തു. അപ്പോൾ അത് നോക്കി ഇപ്പോൾ പറയുകയാണ്, അത് മിസ്റ്റേക്കായിപ്പോയി, അങ്ങനെ സംഭവിക്കുവാനായിട്ട് പാടില്ലായിരുന്നു. ഇറ്റ് ഷുഡിൻറ്റ് ഹാവ് ടേക്കൺ ലോങ്, ഇത് ഒരുപാട് നേരം എടുക്കുവാനായിട്ട് പാടില്ലായിരുന്നു. നെക്സ്റ്റ്, ഇറ്റ് ടുക്ക് എ ലോങ് ടൈം, ഇത് ഒരുപാട് നേരം എടുത്തു. ബട്ട് ഇറ്റ് ഷുഡിൻറ്റ് ഹാവ്, പക്ഷേ ഇത് ഒരുപാട് സമയം എടുക്കുവാനായിട്ട് പാടില്ലായിരുന്നു. ബട്ട് ഇറ്റ് ഷുഡിൻറ്റ് ഹാവ്. നെക്സ്റ്റ്, വി ഡിഡിൻറ്റ് ബ്രിങ് എനിത്തിങ് ടു ഈറ്റ്, നമ്മൾ കഴിക്കുവാനായിട്ട് ഒന്നും എടുത്തില്ല. ബട്ട് വി ഷുഡ് ഹാവ്, പക്ഷേ നമ്മൾ എടുക്കേണ്ടതായിരുന്നു. ബട്ട് വി ഷുഡ് ഹാവ്. നെക്സ്റ്റ്, ഐ യൂസ് മസ്റ്റാർഡ് ഇൻ ദ റെസിപ്പിയിൽ ഞാൻ മസ്റ്റാർഡ് യൂസ് ചെയ്തു. ബട്ട് ഐ ഷുഡിൻറ്റ് ഹാവ്, പക്ഷേ ഞാൻ യൂസ് ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു. ബട്ട് ഐ ഷുഡിൻറ്റ് ഹാവ്. നെക്സ്റ്റ്, വാട്ട് ഷുഡ് ഐ ഹാവ് ഡൺ ഡിഫറൻ്റായിട്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു.
ഇത് ഷുഡ് ഹാവ് ചേർത്ത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സാഹചര്യം എന്തെന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ സിറ്റുവേഷൻ പറയാം. ഞാനൊരു പ്രോജക്റ്റ് ചെയ്തു, പക്ഷേ അതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. മീൻസ് അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് അറിയുവാനായിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. വാട്ട് ഷുഡ് ഐ ഹാവ് ഡൺ ഡിഫറൻ്റ്ലി? വ്യത്യസ്തമായിട്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എൻ്റെ പ്രോജക്റ്റിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വാട്ട് ഷുഡ് ഐ ഹാവ് ഡൺ ഡിഫറൻ്റ്ലി? പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഷുഡ് ഐ ഹാവ് ഹെൽപ്ഡ് ഹെർ? ഞാൻ അവളെ സഹായിക്കണമായിരുന്നോ, സഹായിക്കേണ്ടിയിരുന്നോ? ഇതും അതേപോലത്തെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് പാസ്റ്റിൽ നേരത്തെ എനിക്കെൻ്റെ ഒരു സുഹൃത്തിനെ സഹായിക്കേണ്ട അവസരമുണ്ടായിരുന്നു, മീൻസ് സഹായിക്കണമായിരുന്നു, ഞാനത് ചെയ്തില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്. ഷുഡ് ഐ ഹാവ് ഹെൽപ്ഡ് ഹെർ? ഞാൻ അവളെ സഹായിക്കണമായിരുന്നോ, സഹായിക്കേണ്ടിയിരുന്നോ? പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഷുഡ് ഷീ ഹാവ് ആസ്ക്ഡ് ബിഫോർ ഷീ ഡിഡ് ദാറ്റ്? അവളത് ചെയ്യുന്നതിന് മുമ്പ് അവൾ നമ്മളോടത് ചോദിക്കണമായിരുന്നോ? ഇതും ഇതേപോലത്തെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. മീൻസ് ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്ത് ഞങ്ങളോട് ചോദിക്കാതെ കുറച്ച് കാര്യം ചെയ്തു, ഞങ്ങളുടെ പ്രോജക്റ്റിൽ ഞങ്ങളോട് ചോദിക്കാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അപ്പം ഞാനിത് എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഷുഡ് ഷീ ഹാവ് ആസ്ക്ഡ് ബിഫോർ ഷീ ഡിഡ് ദാറ്റ്? അവളത് ചെയ്യുന്നതിന് മുമ്പ്, ആ കാര്യം ഞങ്ങളുടെ പ്രോജക്റ്റിൽ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളോട് ചോദിക്കണമായിരുന്നോ, ചോദിക്കേണ്ടതല്ലായിരുന്നോ? ഷുഡ് ഷീ ഹാവ് ആസ്ക്ഡ് ബിഫോർ ഷീ ഡിഡ് ദാറ്റ്? യെസ്, അതെ. ഷീ ഡെഫിനറ്റ്ലി ഷുഡ് ഹാവ് ആസ്ക്ഡ്. അവൾ തീർച്ചയായിട്ടും ചോദിക്കണമായിരുന്നു, ചോദിക്കേണ്ടതായിരുന്നു. ഷീ ഡെഫിനറ്റ്ലി ഷുഡ് ഹാവ് ആസ്ക്ഡ്.